റോമാ 4:18 പറയും. അത് അബ്രഹാത്തെക്കുറിച്ച് പറയണതാ. പൗലോസ് അപ്പോസ്തലൻ ഉടമ്പടിയുടെ ഒത്തിരിയേറെ റെഫറൻസ് നമുക്ക് നൽകണത് പൗലോസാണ്. പ്രത്യാശയ്ക്ക് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നിട്ടും എബ്രാഹാം പ്രത്യാശയോടെ വിശ്വസിച്ചു വന്ന്. ഏറ്റു പറഞ്ഞേ, പ്രത്യാശയ്ക്ക് പ്രതീക്ഷയ്ക്ക് യാതൊരു വകയും ഇല്ലാതിരുന്നിട്ടും എബ്രാഹാം പ്രത്യാശയിലെ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. അതാണ് റോമാ 4:18. അത് കീ വേർഡാണ്. ഒരുപക്ഷെ നമ്മൾ ഉടമ്പടി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ഒരുപക്ഷെ അവസാന നിമിഷം വരെ ഒരു പ്രതീക്ഷ ഉണ്ടാകത്തില്ല, പ്രതീക്ഷയ്ക്കുള്ള റീസൺസ് ഉണ്ടാകത്തില്ല, യുക്തി ഉണ്ടാകത്തില്ല, പ്രതീക്ഷയ്ക്കുള്ള യുക്തി ഉണ്ടാകത്തില്ല. യുക്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യുക്തി ആരാണ്? ദൈവമാണ് നമ്മുടെ യുക്തി. വിഷയങ്ങളിലുള്ള കാര്യകാരണ ബന്ധമല്ല നമ്മുടെ യുക്തി. നമുക്കൊരു ബന്ധമേ ഉള്ളൂ, ദൈവത്തോടുള്ള ബന്ധം. വിഷയങ്ങളുടെ കാര്യകാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഡോക്ടർമാർ പറയണത് ശരിയാവുമെന്ന് തോന്നണില്ല, ഇനി വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കേണ്ടി വരും. അപ്പം ലിവർ സിറോസിസായി സംഭവം, ലിവർ സിറോസിസായി. അതാണ് കുത്തിയെടുക്കണമെന്ന് പറഞ്ഞില്ല ആ ചേട്ടൻ, കണ്ണൂരത്തെ ചേട്ടൻ്റെ സാക്ഷ്യം എന്താണ്? വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കണമെന്ന് പറഞ്ഞു. അതിങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ കുത്തിയെടുക്കാം. അപ്പം മിക്കവാറും 2 ലിറ്റർ 3 ലിറ്റർ കിട്ടും. മൂത്രം ഒഴിക്കാൻ പറ്റത്തില്ല, ഭക്ഷണം വെള്ളം കുടിക്കാനും പറ്റത്തില്ല. വയറ് വന്നിങ്ങനെ വീർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വയറ് നോക്കുകയാണെങ്കിൽ അകത്തുള്ള കുടലെല്ലാം കാണാൻ പറ്റും, ഗ്ലാസ് പോലെയാവും. അപ്പം ശ്വാസം മുട്ടി മരിക്കാതിരിക്കാൻ വേണ്ടിയാണ്, സുഖകരമായ മരണത്തിന് വേണ്ടിയാണ് കുത്തിയെടുക്കണം എന്ന് പറയണത്. അല്ല വേറെ മാർഗമൊന്നുമില്ല. എൻ്റെ അടുത്ത് കരൾ മൊത്തം ഡാമേജ് ആയിപ്പോയി. സുഖകരമായ മഹോദരമാണ് ഈ സംഭവം, റെസ്റ്റോറോസിസ്. ആ ചേട്ടൻ പറഞ്ഞില്ല കുത്തിയെടുക്കണമെന്ന് പറഞ്ഞില്ലേ, അതെന്ന് വെച്ചാൽ വയറിങ്ങനെ വന്ന് വീർത്തിട്ട് നമുക്ക് നോക്കി, ഞാൻ ഒത്തിരി പേഷ്യൻറ്റിന് അന്ത്യകുദാശ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ അകത്തുള്ള അവയവങ്ങൾ കാണാൻ പറ്റും, അത്രയും തൊലി ഇങ്ങനെ നേർത്ത് പോകും. അപ്പോഴും ഡോക്ടർമാർ ചെയ്യണതാണ് കുത്തിയെടുക്കുക എന്നുള്ളത്. കുത്തിയെടുക്കുക, അതിനാണ് വിളിക്കണത് കുത്തിയെടുക്കണമെന്നും പറഞ്ഞ്. അപ്പോൾ അവരൊന്ന് ഉടമ്പടി ചെയ്തപ്പോൾ ഇവിടെ ഇരിക്കണ എല്ലാ നിങ്ങളെ വ്യഞ്ചരിച്ച് വെച്ചിരിക്കണം. കുടുംബാസത്തിൻ്റെ മതിൻ്റെ അകത്തുള്ളതെല്ലാം എന്താ? 12 പ്രാവശ്യം വ്യഞ്ചരിച്ചതാ. 12 പ്രാവശ്യം വ്യഞ്ചരിച്ചാണ് എല്ലാം. അച്ഛന ജെറീക്കോ പ്രാർത്ഥന, ആ സ്റ്റോളിലിരിക്കണം നേർച്ച വസ്തുക്കൾ. അപ്പോഴും നമ്മൾ വിചാരിക്കണം, ഈ കൃപാസനം എന്ന് പറയുമ്പോൾ ഈ മതിൽക്കെട്ടിനകത്ത് മാത്രമേ ഈ സംഭവം കിട്ടത്തുള്ളൂ. നാട്ടുകാർ വിളിക്കുന്നുണ്ട്, അതൊന്നും വ്യഞ്ചരിച്ച സംഭവങ്ങളല്ല. അത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. കാര്യം എന്ന് വെച്ചാൽ അതങ്ങനെ അത് കൊണ്ടുപോയി കൃപാസനത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് ഉപയോഗിച്ച് ഫലമില്ല എന്നുണ്ടെങ്കിൽ വരുമ്പോൾ ശുശ്രൂഷയെ അത് പിശാച് ബാധിക്കണ പോലെ ബാധിക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾ ജെറീക്കോ പ്രാർത്ഥന നടത്തിയിട്ടാണ് അത് വ്യഞ്ചരിക്കണത്. നിങ്ങൾ ഇന്നലെ വന്നെങ്കിൽ കാണാമായിരുന്നു. അതേ 10-30 പേര് കൂടി ദിവ്യകുർബാനയെ വഹിച്ചുകൊണ്ട് പോയി മുക്കും മൂലയും നടത്തി എല്ലാ മുറികളും വ്യഞ്ചരിച്ച് ദിവ്യകുർബാന നേർച്ച വസ്തുക്കളിലെ മുറികളിലും കയറി ജെറീക്കോ പ്രാർത്ഥന നടത്തിയിട്ടാണ് അത് വ്യഞ്ചരിക്കുന്നത്. സ്റ്റോളിലുള്ള നേർച്ച വസ്തുക്കൾ വ്യഞ്ചരിക്കണത് അത് പുറത്ത് കിട്ടത്തില്ല, മനസ്സിൻ്റെ പുറത്ത് കൊടുക്കാൻ അനുവാദമില്ലത്. അതുകൊണ്ടാണ് കൃപാസന സ്റ്റോൾ അകത്തിട്ടിരിക്കുന്നത്. ഉടമ്പടി എന്ന് പറയുന്നത് അച്ഛൻ കുർബാന ചെല്ലിന് ശേഷം അമ്മ നിന്നിരുന്ന സ്ഥലത്ത് നേർച്ച വസ്തു വെച്ച് കുർബാന ഉടുപ്പ് കഴിച്ചിടാതെ 12 പ്രാവശ്യം വ്യഞ്ചരിക്കുന്നതാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതാണ് നമ്മൾ ഒരു വെണ്ണയൊക്കെ ഒരു തുള്ളി ഇപ്പം ഒരു വെണ്ണ ഡ്രോപ്പാക്കി കളഞ്ഞില്ലേ, ഒരു ഡ്രോപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാര്യം വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ മണമെന്ന് കേട്ടാൽ മതി, അല്ലാതെ നാഴി ഒരു വെണ്ണയും മേടിച്ച് പോയിട്ട് കാര്യമില്ല. ഞങ്ങൾക്കത് വിൽക്കാനുള്ള ഉദ്ദേശമല്ലത്.
വിൽക്കണമെങ്കിൽ നമുക്ക് ചവറ് പോലെ എടുത്തിട്ട് വിൽക്കാം. ഉടമ്പടി പേപ്പർ കാണിച്ചാൽ മാത്രമേ യഥാർത്ഥ ഒടിവിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഉടമ്പടി പേപ്പർ കാണിക്കണം. കാണിച്ചിട്ട് അത് കറക്റ്റാണെന്ന് നോക്കും. ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, അത് ഉഴപ്പാണ്, ഉടമ്പടി റദ്ദായി പോയിട്ടുണ്ടോയെന്ന് നോക്കും. ഉടമ്പടി റദ്ദായ പിന്നെ ഒടിവെള്ളം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അത് വാച്ച് ചെയ്യും ആൾക്കാർ. സ്റ്റോളിൽ ചെല്ലുമ്പോൾ അവർക്ക് അനുവാദമില്ല കൊടുക്കാൻ. കാര്യം അതിൻ്റെ ഒരു തരി തേച്ചാൽ മതി. അപ്പം അത് നമ്മളെപ്പോഴും ഒരു അനുജൻ, ആ രോഗി, ആ ചേട്ടൻ്റെ അനുജൻ വന്ന് പറഞ്ഞില്ലേ, ഇവിടുന്ന് കശുരുവും തേനും ഉടമ്പടി ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് തേന് വെഞ്ചരിച്ച് വെച്ചിരിക്കണത്. ആ തേന് നിങ്ങൾക്കറിയാവോ, ആ തേന് പോലും ചങ്ങനാശ്ശേരി രൂപതയുടെ ഔദ്യോഗികമായ സ്ഥലങ്ങളിൽ നിന്ന്, തേനെടുക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് രൂപതാ സ്ഥാപനത്തിൽ നിന്ന് മേടിച്ചിട്ട് കലർപ്പില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് സീല് ചെയ്താണ് ഞങ്ങൾ തരണത്. കാര്യം വെച്ചാൽ തേനിനകത്തൊക്കെ ഒത്തിരി വിഷയങ്ങളും പുറത്ത് നടക്കുന്ന കാരണം പല കാലങ്ങളിലും തേനൊക്കെ പലയിടത്തും കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങിക്കുന്ന തേൻ ഞങ്ങൾ കൃപാസനം നേടി സീല് ചെയ്ത് തരും. അത് അത്രയും വില കൊടുത്ത് തന്നെയാണ് വാങ്ങിക്കണത് പുറത്തുനിന്ന്. രൂപതയിൽ നിന്ന്, ഞങ്ങൾ ആലപ്പുഴ രൂപതയിൽ നിന്ന് എടുക്കണത്. ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്ന് ആലപ്പുഴ രൂപത വാങ്ങിച്ചിട്ട് രൂപതയിൽ നിന്നാണ് നമ്മൾ തേൻ എടുക്കണത്. അല്ല വല്ലയിടത്തും മേടിച്ച് തരണമെന്നില്ല. ഇവിടുന്ന് കൊടുക്കുന്ന ഓരോ സാധനത്തിനും കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. കാര്യം കുഞ്ഞുങ്ങളും ഗർഭിണികളും ഒക്കെ ഉപയോഗിക്കണതാണത്. അത് കുട്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു തുള്ളി 2 തുള്ളി ചെയ്യുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം ചെയ്യാൻ. ഇത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആ ചേട്ടൻ എന്താ പറയണത്, ഇവിടുത്തെ തേനും കാശിലും വാങ്ങിച്ചു കൊണ്ട് പോയിട്ട് ആ അനുജൻ എന്താ പറയണത്, ഇന്ന് രാത്രി അമ്മ നിങ്ങളെ സന്ദർശിക്കും. അനുജന് എവിടുന്ന് കിട്ടി ആ ഐഡിയ? ഇവിടെ കയറി വന്നപ്പോൾ അമ്മയാണ് അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത്, ഇന്ന് രാത്രി ഞാൻ നിൻ്റെ ചേട്ടനെ കാണുന്നുണ്ടെന്ന്. ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണ്ടേ? ഇത് വാങ്ങിച്ചിട്ട് ആ മനുഷ്യൻ സ്വപ്നം കാണുമ്പോൾ അദ്ദേഹം തോന്നുന്നു, ഞാൻ രാത്രി അമ്മയെ കണ്ടപ്പോൾ അത് അനുജൻ പറഞ്ഞ കാരണം വല്ല സ്വപ്നമാണെന്ന് പറയുകയാണ്, തോന്നിപ്പോവുകയാണ്. പിന്നീട് മനസ്സിലായത് അമ്മയായിരുന്നെന്ന്. കാര്യം കൃപാസനത്തിലെ അമ്മ സഞ്ചാരി മാതാവാണ്. ബ്രദർ പറഞ്ഞില്ലേ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എവിടെയായാലും അവിടെ വന്നാണ് അമ്മ നിങ്ങളെ സന്ദർശിക്കുകയും. അതുകൊണ്ട് ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്നതിൻ്റെ ഇരട്ടി അനുഗ്രഹങ്ങൾ നടത്തുന്നത് ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റ്, ലൈറ്റ് കാൻഡില്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഷാരോൺ TV, എന്തെല്ലാം തരത്തിൽ ഈ അൾത്താറയിൽ നിന്ന് സന്ദേശം പോകുന്നുണ്ടോ അതെല്ലാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ അനുഗ്രഹിക്കുകയാണ്. കിട്ടിയ അനുഗ്രഹത്തിനെല്ലാം, കേട്ട അനുഗ്രഹത്തിനെല്ലാം സ്വസ്ഥം പറഞ്ഞുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാണെന്നറിയാവോ? അവിടെ 2 പ്രാർത്ഥന തന്നു വിട്ടിട്ടില്ലേ? അതിലേറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ആദ്യം തന്ന പ്രാർത്ഥനയാണ് അമ്മ. ഏതാണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഈ അടയാളമെല്ലാം കാണിക്കുന്നത് എന്താ? ഇപ്പോൾ ഒരു കുഞ്ഞിന് ക്രിസ്മസിന് വന്നെന്ന് പറഞ്ഞില്ലേ, ക്രിസ്മസിന് വന്നൊരു കുഞ്ഞുമായിട്ടിരുന്നെന്ന് പറഞ്ഞില്ലേ, അത് അവരെവിടെ നിന്ന് പ്രാർത്ഥിക്കുകയെന്ന്. അപ്പം ഞാൻ ഇവിടെ വന്ന് അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഈ കുഞ്ഞ് നിൽക്കുകയാണ്, കുഞ്ഞുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരോട് എന്താ പറഞ്ഞത്? കുഞ്ഞ് പൂർണ്ണമായി സുഖപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ രാവിലെ വന്ന് ഉടമ്പടി ചെയ്യുക. ഉറപ്പായിട്ട് പറയല്ലേ, ആശുപത്രി പോകണ്ട എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതിയെന്ന്. അത്ര ഉറപ്പാണ് ആ കാര്യം. അതെന്തെങ്ങനെ തോന്നണത്? അത് കുഞ്ഞിനെ കാണുമ്പോൾ എങ്ങനെ ആ ചേട്ടന് തോന്നിയത്? ഇന്ന് രാത്രി അമ്മ നിങ്ങളെ സന്ദർശിക്കുമെന്ന് തോന്നിയത് അത് പരിശുദ്ധാത്മാവ് നമുക്ക് തോന്നിക്കുന്നതാണ്. അതുപോലെ ആ കുഞ്ഞെ കണ്ടപ്പോൾ അച്ഛനെ എന്താ തോന്നിയത്? നിങ്ങൾക്ക് കുഞ്ഞ് സുഖപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നാളെ രാവിലെ വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ വയറിൽ തെക്കാൻ പറയും. അതാണ് സത്യം. ഇപ്പോൾ ഉടമ്പടി തൈലമുള്ളവരൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ എവിടെയെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾ വീട്ടിൽ പോകണമെങ്കിൽ ഉടമ്പടി ചെയ്ത ആൾ തന്നെ ബൈപ്പേഴ്സം പോകണം. കൊടുത്തു വിടണമെന്ന് എനിക്കറിയത്തില്ല. ഇന്നുവരെയൊക്കെ അങ്ങനെ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടില്ല, കൊടുത്തു വിട്ടവരുടെ സാക്ഷ്യങ്ങൾ. കാര്യം ഇത് ഉടമ്പടി ചെയ്ത ആളിനാണ്
ഇപ്പം അച്ഛനാണെങ്കിൽ തന്നെ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഉടമ്പടി ചെയ്ത ആരാണെന്ന് ചോദിക്കും. ഉടമ്പടി ചെയ്താണ്. ഇപ്പം അപ്പനും അമ്മയും മകനും കൂടി വന്നു കഴിഞ്ഞാൽ കൗൺസിലിങ്ങിന് വരുമ്പോൾ മെസ്സേജ് എടുക്കുന്ന സമയത്ത് ചോദിക്കും, ഞാൻ വിചാരിക്കും അമ്മയായിരിക്കും ഉടമ്പടി ചെയ്തതെന്ന്. അപ്പം മകൻ പറഞ്ഞ് ഞാനാ ഉടമ്പടി ചെയ്തതെന്ന്. അപ്പോൾ അപ്പനും അമ്മനും മാറ്റിയിട്ട് അവനുമായിട്ട് മെസ്സേജ് എടുക്കത്തുള്ളൂ. കാരണം മെസ്സേജ് അവനോട് മാത്രമേ ദൈവത്തിന് പറയാൻ ബാധ്യതയുള്ളൂ. അപ്പോൾ ഉടമ്പടി ചെയ്ത ആൾ പ്രധാനപ്പെട്ട ആളാണ്. ഞങ്ങളിവിടെ വരുമ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ആരുടെ പേരിലാണോ അവരെയാണ് കൗൺസിലിങ്ങിന് വിടുന്നത്. ബാക്കിയുള്ളവരിരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഉടമ്പടി ചെയ്ത ആൾക്കാർ ഒരു കാരണവശാലും അവിശ്വസ്ത കാണിക്കരുത്. ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ചെയ്തിട്ട് നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാനാണ് ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പനും അമ്മയോടും ചെയ്താലും അവർ മരിച്ചു പോകുമ്പോൾ തീർന്ന്. ദൈവത്തിനും മരണമില്ല. അതുകൊണ്ട് നിത്യത വരെ ഈ സാധനം കടപ്പാടാണ്. സിമ്പിളായിട്ടുള്ള കാര്യമേ ഉള്ളൂ. വലിയ ആനക്കാര്യങ്ങളൊന്നുമില്ല. 3 പാപം ഉപേക്ഷിക്കണം ഒരു 3 മാസം കൂടുമ്പോൾ. അത് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ വചനം ഒരു ദിവസം മൊത്തം വായിച്ചാൽ മതി. ഒറ്റടിക്ക് വായിക്കണ്ട. ഒരു ദിവസം മൊത്തം 3 മിനിറ്റ് 2 മിനിറ്റൊക്കെ വായിച്ചാൽ മതി. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പാസേജ് 30 പേജ് എടുത്ത 30 വാക്യം എടുത്ത ആ 30 വാക്യം തന്നെയാണ് അരമണിക്കൂർ കൊണ്ട് ആവർത്തിച്ച് വായിക്കേണ്ടത്. അല്ല വെറുതെ വായിച്ചു പോയിട്ടൊരു കഥയുമില്ല. അത് ഉടമ്പടി വായനയല്ല. അതിലൊരു വചനം എപ്പോഴും നിങ്ങളെ നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കും. അതിനാണ് 30 വാക്കെടുക്കുക. അത് തന്നെ 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് വായിച്ച്, പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് വായിച്ച്, അങ്ങനെ അരമണിക്കൂർ കിടക്കണതിനുള്ളിൽ 30 വാക്യങ്ങൾ ആവർത്തിച്ച് വായിക്കണം. ഇത് ഹൃദയത്തിൽ കിടക്കും. എന്നിട്ട് ഈ വചനത്തിലൂടെ ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കും. അപ്പം നീ വാഗ്ദാന പേടകമാകും. ദൈവത്തിൻ്റെ വചനം ആരുടെ ഉള്ളിൽ ആലേഖനം ചെയ്യുന്നുവോ അടക്കം ചെയ്യുന്നതോ ആ വ്യക്തി അമ്മയെപ്പോലെ വാഗ്ദാന പേടകമാക്കാൻ വേണ്ടിയാണ് വചനം വായിക്കണത്. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആദ്യമായിട്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് വർഷ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എനിക്ക് കിട്ടിയ ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷിയാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. ഞാൻ PG സ്റ്റുഡൻ്റ് ആയിരുന്നു. PGക്ക് സ്റ്റാർട്ടിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു വയറുവേദന വന്നു. അതിൻ്റെ ഒപ്പം എനിക്കൊരു ഓപ്പറേഷനും നടന്നു. ഓപ്പറേഷനിലൂടെയാണ് എനിക്ക് അറിയുന്നത് എനിക്ക് ഓവറിയൻ ക്യാൻസർ 3rd സ്റ്റേജ് ആണെന്ന്. കീമോ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വരാൻ കാരണം ഇവിടെ വരാൻ അമ്മ മാതാവിനെ കുറിച്ച് അറിയാൻ തന്നെ എൻ്റെ അമ്മ ജോലിക്ക് പോകുന്ന ബസ്സിൽ ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിവിടെ കൃപാസന മാതാവിനെ കുറിച്ച് അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ മാതാവ് എനിക്ക് എൻ്റെ ഈ രോഗം മാറ്റി തരും, രോഗസൗഖ്യം തരും എന്നുള്ളത്. അതുപോലെ തന്നെ നടന്നു. 3-4 കീമോ കഴിഞ്ഞിട്ടും എനിക്ക് സിയുടെ കൗണ്ട് തീരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 24 ഇതിലേക്ക് എത്തി നിൽക്കണ്ടായിരുന്നത് അത് തീരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അമ്മയുടെ ഉപ്പും തൈലും തേനും പറ്റി പ്രാർത്ഥിക്കുകയും പിന്നെ അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടി. സൈറ്റ് പറ്റി പ്രാർത്ഥിച്ചു. അങ്ങനെ അതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് 24 ഒറ്റയടിക്ക് 12 കുറഞ്ഞു. അതിന് ശേഷം
ആറാമത്തെ കീമോ കഴിഞ്ഞതിന് എന്നാലും എനിക്ക് 12 കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല, തീരെ വയ്യായൊക്കെ തന്നെയായിരുന്നു, വേദനയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ്റെ കാര്യം വരെ വീണ്ടും ഒരു ഓപ്പറേഷൻ ഉണ്ടാവുമെന്ന് തന്നെ ഡോക്ടർ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഈ 26-ാം തീയതി സ്കാനിങ്ങിന് ഞാൻ കയറിയപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും കയ്യിൽ പിടിച്ചിട്ടാണ് കയറിയത്. ഞാൻ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ രോഗം പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല അമ്മ മാതാവേ, എൻ്റെ കൂടെ വന്ന് സഞ്ചാരി മാതാവ് കൂടെ വന്ന് എൻ്റെ ഒപ്പം സ്കാനിങ്ങിന് ഉണ്ടാവണേ അമ്മ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് സത്യമായിട്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ ക്യാൻസർ പൂർണ്ണമായും മാറി എന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷനും വേണ്ട, ക്യാൻസർ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്, ഇനി ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇനിയിപ്പോൾ ഇല്ല, പൂർണ്ണമായും മാറി എന്ന് പറഞ്ഞു. അമ്മ മാതാവ് തന്നെയാണ് എനിക്ക് രോഗം മാറ്റി തന്നത്. ഒരു മരുന്നിൻ്റെ ഇതിലൊന്നും ബലിക്കാത്തത് അമ്മ മാതാവിൻ്റെ ഉപ്പും തൈലും തേനും കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും മാറി, എൻ്റെ രോഗം പൂർണ്ണമായിട്ടും മാറി. എനിക്ക് അമ്മ മാതാവിന് ഒരുപാട് വിശ്വാസവും എല്ലാതും ആയിരുന്നു. ആ വിശ്വാസം ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഉടമ്പടി എടുക്കുന്ന ആൾ മുമ്പും കൃപാസന എനിക്ക് അറിയുണ്ടായിരുന്നില്ല, പക്ഷെ അമ്മ മാതാവിനെ അറിയാം, മാതാവിന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ 6ാമത്തെ കീമോ കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ മിസ്സിൻ്റെ ഹസ്ബൻഡായിരുന്നു എന്നെയും അമ്മേനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഹൈവേയിൽ യു-ടേൺ തിരിയുന്ന സമയത്ത് ഒരു ട്രക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എത്തുമെന്ന് വിചാരിച്ചിട്ടല്ല എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി. ഒരു വന്നിടിച്ച് ഞങ്ങൾ 3 പേരും ഇല്ലാണ്ടാവേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ തന്നെ 3 പേരും ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ ആക്സിഡൻ്റ് ഉണ്ടാവേണ്ടത് അത് അമ്മ മാതാവ് ഇറങ്ങി വന്നു. അവിടെ ആ ആക്സിഡൻറ്റ് അവിടെ ഇല്ലാണ്ടായി. വണ്ടി തിരിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു, 2 വണ്ടിയും ഒരുമിച്ച് ബ്രേക്ക് പിടിച്ച് അവിടെ നിർത്തി. ആക്സിഡൻറ്റും ഉണ്ടായില്ല, ഒരു കുഴപ്പമുണ്ടായില്ല. കാരണം കയ്യിൽ അമ്മ മാതാവിൻ്റെ എൻ്റെ കയ്യിൽ അമ്മ മാതാവിൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നു. നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അമ്മ മാതാവ് സത്യമായിട്ട് അവിടെ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ 3 പേരും രക്ഷിച്ചു. എനിക്ക് നല്ല പോലെ ഉറപ്പുണ്ട് അമ്മ മാതാവ് തന്നെയാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പേപ്പർ ഇവിടെ നിന്ന് എല്ലാ മാസവും വന്ന് മേടിച്ച് കൊടുക്കുമായിരുന്നു. എല്ലാവർക്കും കൈകളിൽ അമ്മ മാതാവിനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് വഴിയരികിൽ ഉള്ളവർക്ക് വിശന്നിട്ടിരിക്കുന്നവർക്ക് പൊതിച്ചോറുണ്ടാക്കിയിട്ട് ഞാനും അമ്മയും കൊണ്ടു കൊടുക്കുമായിരുന്നു. പിന്നെ ഡയാലിസിസിന് സഹായിക്കുമായിരുന്നു. ഡയാലിസിസ് ചെയ്യാനുള്ള കുറച്ച് പേരെ ഞങ്ങളാൽ കഴിയുന്നവരെ സഹായിക്കുമായിരുന്നു. പിന്നെ ഞാൻ സാമ്പത്തികമായിട്ട് താഴ്ന്ന വീട്ടിൽ ഒരു കുട്ടിയാണ്. സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് അമ്മ മാതാവ് തന്നെയാണ് എൻ്റെ ചികിത്സയ്ക്കുള്ള പണവും എനിക്ക് അമ്മ മാതാവ് തന്നത്. അമ്മ മാതാവ് തന്നെയാണ് എൻ്റെ രോഗം പൂർണ്ണമായി മാറ്റി തന്നത്. പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അമ്മ മാതാവിനും. ഇവിടെ വന്ന് ഞാനിവിടെ 21-ാം തീയതി 21-ാം തീയതി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ട് പോയി. 26-ാം തീയതി ആയിരുന്നല്ലോ സ്കാനിങ്. അപ്പോൾ 21-ാം തീയതി ഞാനിവിടെ വന്ന് പുതുക്കിയിട്ട് ഞാൻ ഇവിടെ അമ്മ മാതാവിനോട് പറഞ്ഞിട്ട് പോയത്, എനിക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണം, അമ്മ മാതാവ് അതിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇവിടെ വന്ന് 30-ാം തീയതി ഡോക്ടറിനെ കണ്ട് 30-ാം തീയതി ഡോക്ടർ എൻ്റെ രോഗം പൂർണ്ണമായും മാറി എന്ന് പറഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇന്നിവിടെ വന്നു. ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി. അമ്മ മാതാവ് എൻ്റെ രോഗം പൂർണ്ണമായും മാറ്റി തന്നു എന്ന് പറയാൻ എനിക്ക് പറ്റി. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ മോളുടെ രോഗം മാറ്റിത്തന്ന അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞ തീരില്ല. അത്ര ഉരുകിയിട്ടുണ്ട് ഞാൻ. അത്രയും പാവപ്പെട്ട വീട്ടിലത്തെ അങ്ങ് എൻ്റെ മോള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അസുഖം വന്നത്.
ഞാൻ കൂടെ പോകുന്ന എൻ്റെ ബസ്സിൽ പോകുന്ന ചേച്ചി, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, നീ കൃപാസനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ ആഴ്ചയിൽ തന്നെ ഞാൻ എൻ്റെ മോളെ ഞാനിവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് എനിക്ക് നല്ല വിശ്വാസം, ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് എൻ്റെ വീട്ടിൽ ബൈബിളില്ല, ഞങ്ങൾ ഹിന്ദുക്കളാണ്. പക്ഷെ എൻ്റെ ഒപ്പം ഞങ്ങളുടെ ഒക്കെ കൂടി ഉണ്ടായിരുന്ന ചേച്ചി എനിക്ക് ബൈബിൾ, നീ ഇതെന്നും വായിക്കും, നിൻ്റെ മോൾക്ക് ഞങ്ങൾ അന്ന് തൊട്ട് ഞങ്ങൾ എന്നും ബൈബിള് കാലത്തും വൈകിട്ടും ഞങ്ങൾ വായിക്കും. മോള് ധ്യാനം എല്ലാതും കേൾക്കും. എല്ലാതും കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് കൂടുതൽ ഞങ്ങൾക്ക് വിശ്വാസം കൂടുതലാണ് വരുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയില്ലാത്തവരെന്ന് ഞങ്ങളുടെ മോളുടെ ട്രീറ്റ്മെൻറ്റിന് ഞങ്ങൾക്ക് 10 വയസ്സില്ല. പക്ഷേ അമ്മ മാതാവ് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട, മകളുടെ ചികിത്സ നടക്കും, പൂർണ്ണ സൗഖ്യം കിട്ടും. അത് മാത്രം അത് തന്നെ ഞങ്ങൾക്ക് സംഭവിച്ചു. ഞങ്ങളുടെ കയ്യിൽ കാശില്ലാതിരുന്നിട്ടും ഞങ്ങൾക്ക് സഹായങ്ങൾ തന്ന് ഡോക്ടർമാർ പോലും അതിശയിച്ചു. എൻ്റെ മോൾക്ക് ഇത്രയും ഒരൊരു ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ഇല്ല, ഒന്നും. അപകടത്തിൽ നിന്ന് രക്ഷിച്ചു തന്നെ ദൈവം. അന്ന് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞിരുന്നു, നിങ്ങൾ പോകുന്ന വാഹനം, സീറ്റ് എല്ലാം സംരക്ഷിക്കപ്പെടും. അതന്ന് തന്നെയാണ് ഞങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതേപോലെ CT സ്കാനിൻ്റെ റിസൾട്ട് വരുന്ന ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പറഞ്ഞു, നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടിയാൽ ഉടനെ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. ഞങ്ങൾക്ക് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഞങ്ങൾക്ക് ഈ റിസൾട്ട് വന്നത്. ഞാൻ എത്രയും വേഗം മോളോട് പറഞ്ഞു, അമ്മ മാതാവിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകണം, സാക്ഷ്യം പറയണം. തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ അധികം വൈകിക്കാനായിട്ട് നിന്നില്ല, എത്രയും വേഗം ഇവിടെ വന്ന് സാക്ഷ്യം. അത് ഒരുപാട് നന്ദി. എൻ്റെ മകൾ സഹായിച്ച ഒരുപാട് പേര് ഞാൻ എൻ്റെ മോളെ സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പേര്, അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഡോക്ടർ മകളെ എന്നേ വിളിക്കുള്ളൂ. ദൈവങ്ങൾ ഇറങ്ങി വന്നവരാണ്. അത്രയും സ്നേഹത്തോടു കൂടി അവൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ശരിക്കും പറഞ്ഞാൽ കീമോ കഴിഞ്ഞ് അവിടേക്കും പോകാൻ പറ്റില്ല. പക്ഷേ അവൾ പ്രേക്ഷിത പ്രവർത്തനത്തിൽ അവൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, അമ്മ ചോറ് വയ്ക്കും, ഞാൻ തന്നെ ഇല പൊതിഞ്ഞ് അത് വിശ്വാസ പ്രമാണം ചൊല്ലി ആൾ പാക്ക് ചെയ്ത് ആൾ തന്നെയാണ് എല്ലാവിടെയും കൊണ്ടു കൊടുക്കുക. അത് കാലില്ലാത്ത ആൾക്കാർക്ക് അപ്പോൾ അവർ പറയുന്ന പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കൊടുക്കണത്. അപ്പോൾ അവർ പറയുന്നതുണ്ട്, മോൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, മോൾക്ക് സൗഖ്യം ലഭിക്കും. അത് കേട്ടപ്പോൾ തന്നെ മനസ്സ് ഒരുപാട് നിറഞ്ഞു. ഞങ്ങളൊരു 4 പ്രാവശ്യം ഞങ്ങളിത് കൊടുക്കും. തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇവിടേക്ക് വരാനുള്ളൊരു ഇഷ്ടം കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. അത് ഞങ്ങൾക്ക് അമ്മ മതം തിരിക്കുവാനും ഇനിയും ഞങ്ങൾക്ക് തരുമ്പോൾ നല്ല വിശ്വാസമുണ്ട്. 1000 നന്ദി.